സംഭവത്തിൽ DGP പ്രാഥമിക റിപ്പോർട്ട് നൽകി. പ്രതീക്ഷിക്കാതെ ആൾക്കൂട്ടം പെട്ടെന്ന് തടിച്ചുകൂടിയെന്നും ഇതാണ് അപകടത്തിന് കാരണമെന്നും റിപ്പോർട്ടുണ്ട്. മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നുവെന്നും കർണാടക DGP മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ദുരന്തത്തിൽ മരിച്ച 11 പേരെയും തിരിച്ചറിഞ്ഞു. ഇതിൽ 8 പേർ ബംഗളൂരു സ്വദേശികളാണ്. KV ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, നമ്മളെയൊക്കെ വലിയ ആഘാതത്തിലാക്കിയ ഒരു വലിയ ദുരന്തം, 11 പേർ മരണപ്പെട്ടു. ഇപ്പോഴത്തെ അതിലൊരു പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ശ്രീധരൻ? DGP ഇന്നലെ രാത്രിയാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൽ പ്രധാനമായും പറയുന്നത് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള ആൾക്കൂട്ടം ഇവിടേക്ക് എത്തിയിരുന്നു. ബാരിക്കേഡുകൾ മറിച്ചിട്ട് ആളുകൾ കടന്നതാണ് തിക്കിനും തിരക്കിനും അപകടത്തിന് കാരണമെന്നാണ് DGPയുടെ റിപ്പോർട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പരിപാടി ഞായറാഴ്ചത്തേക്ക് മാറ്റണമെന്നുള്ള ഒരു നിർദ്ദേശം പോലീസ് മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് തൊട്ടടുത്ത ദിവസം പരിപാടി വെക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ പോലീസിന് മുന്നൊരുക്കങ്ങൾ നടത്താൻ വലിയ സമയം ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ പരിപാടി തൊട്ടടുത്ത ദിവസത്തു നിന്ന് ഞായറാഴ്ചത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പരിപാടി ഒരു വേദിയിലേക്ക് ചുരുക്കണമെന്നായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. പക്ഷേ ഇതൊന്നും RCB മാനേജ്മെന്റോ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനോ ചെവി കൊണ്ടില്ല. അതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഫൈനലിന്റെ അന്ന് പുലർച്ചെ വരെ വലിയ തോതിലുള്ള ആൾക്കൂട്ടം ബംഗളൂരു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തന്നെ നിയന്ത്രിക്കാൻ വല്ലാതെ പോലീസ് പാടുപെട്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഔദ്യോഗിക ഒരു പരിപാടി കൂടി വരുമ്പോൾ ആൾക്കൂട്ടം നിയന്ത്രണാതീതമാകും എന്നുള്ളൊരു വിലയിരുത്തൽ പോലീസ് നേരത്തെ തന്നെ വെച്ചിരുന്നു. അതായത് തലേ ദിവസത്തെ ഈ ആളുകളെ നിയന്ത്രിച്ചൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ സംവിധാനങ്ങളെല്ലാം തന്നെ വല്ലാതെ ക്ഷീണിച്ച ഒരു അവസ്ഥയിലായിരുന്നു. തൊട്ടടുത്ത ദിവസം ഇത്രയും വലിയ പരിപാടി വരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണത്തിന് ഒരു സമയം സാവകാശം ലഭിച്ചില്ല എന്നൊക്കെയാണ് പോലീസിന്റെ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഈ വിവരങ്ങളൊക്കെ RCBയെയും അതുപോലെ തന്നെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ RCBയുടെ പ്രതികരണം വിചിത്രമായിരുന്നു. വിദേശ താരങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മടങ്ങേണ്ട ഒരു ആവശ്യം ആ രാജ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ധൂറുമായൊക്കെ ബന്ധപ്പെട്ട് താരങ്ങൾ ഓൾറെഡി പോകേണ്ട ദിവസം കഴിഞ്ഞാണ് അവർ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മടങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള പ്രതികരണമാണ് RCB താരങ്ങൾ നൽകിയത്. അതോടൊപ്പം മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങൾക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അധികം നീട്ടിക്കൊണ്ടു പോകാനാവില്ല എന്നുള്ളൊരു പ്രതികരണമാണ് RCB മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും ഈ തൊട്ടടുത്ത ദിവസം തന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ പരിപാടി വെച്ചു എന്നതിന് ഉത്തരം ആണ് ഈ പറയുന്ന പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ. മറ്റൊരു കാര്യം, എന്തിനാണ് സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീധരൻ, ഇപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത്. സാധാരണ നിലയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് അല്ലെ? ഈ ഇന്നലെ ഒരു വലിയ ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഈ ചെരുപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ആളുകൾ പഴയ സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടോ ശ്രീധരൻ? ബംഗളൂരു നഗരം സാധാരണ രീതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. ഇതിപ്പോൾ 18-ാം നമ്പർ ഗേറ്റാണ്. ഇവിടെയും തിക്കും തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. തൊട്ടപ്പുറത്ത് തന്നെ 21-ാം നമ്പർ ഗേറ്റുണ്ട്. ഈ 2 ഗേറ്റിനും ഇടയിലാണ് കാര്യമായിട്ടുള്ള ദുരന്തം സംഭവിച്ചത്. ഏതായാലും ഇതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് കാണാം, ഇത് കബൻ പാർക്കിന് മുന്നിലൂടെ വരുന്ന റോഡാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് വശത്തുകൂടെ പോകണമാണ്. ഇപ്പോഴേ ജനത്തിരക്കുണ്ട്. ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നു. അത് ചെറിയ ഗതാഗതക്കുരുക്ക് ഇവിടെ ഉണ്ടാക്കുന്നുമുണ്ട്. ഏതായാലും RCB വിക്ടറി പരേഡ് കൂടി നടത്തിയിരുന്നെങ്കിൽ ഇതൊന്നും ആവുമായിരുന്നില്ല സ്ഥിതി. വല്ലാത്ത രീതിയിൽ ഇവിടെ ജനത്തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിന്നിരുന്നു. ഏതായാലും ആ വിക്ടറി റാലിക്ക് മുൻപാണ് ഈ അപകടമുണ്ടായത്. വിക്ടറി റാലി കൂടി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ ഇതിൽ കൂടുതൽ വലിയ ദുരന്തത്തിലേക്ക് കലാശിച്ചേനെ. ഏതായാലും അങ്ങനെ പോയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ വിക്ടറി റാലി RCB സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി രാവിലെ നമ്മൾ നൽകിയിരുന്നു. അതായത്
പോലീസ് ഇതിന് ഒരു കാരണവശാലും എന്തായാലും വളരെ തിടുക്കപ്പെട്ടുള്ള ഈ ആഘോഷമാണ് വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ഞായറാഴ്ചത്തേക്ക് ഈ പരിപാടി നടത്തിയാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ പരിപാടി നടത്തി അതൊരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചു.